ഈ ഏപ്രിൽ മാസം 27-ാമത്തെ ദിവസം കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി ലോകരാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആമേൻ. അല്പനിമിഷം ധ്യാനത്തിനായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 51-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് നമ്മൾ ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ടത്. നമുക്കറിയാം, ദൈവത്തിൻ്റെ കരം ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് പകൽക്കാലം ചലിക്കാൻ പോകുകയാണ്. പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും ദൈവം മുമ്പാകെ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ചില ആലോചനകൾ കൈമാറുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവമേ നിന്റെ കരം എനിക്കായി ചലിക്കണമേ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആമേൻ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ ഭയപ്പെടുന്ന ആമേൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന് കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ ഭുജം ഇന്ന് പകൽക്കാലം നിനക്ക് ആമേൻ വേണ്ടി ഈ പ്രഭാതത്തിൽ ചലിക്കാൻ പോകുകയാണ്. എൻ്റെ നാളുകൾക്ക് ആമേൻ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം. എന്നാൽ അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുകയാണ്. സ്തോത്രം. എന്നാൽ 40-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലും ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ വായിക്കുന്നത് ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കൈ ഉണ്ട്. ആ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും തട്ടിപ്പറിക്കാൻ നോക്കണ്ട. വ്യവസ്ഥപ്രകാരം ഇന്ന് പകലിൽ ചില വാഴ്ത്തത്വങ്ങൾ പ്രാപിക്കാൻ അതിശക്തമായി അതിവ്യക്തമായി ദൈവാത്മാവ് ഇന്ന് പകലിൽ ആരോടൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവകുഞ്ഞെ, ഒരു സുവാർത്ത ദൂതായി സിയോനെ നീ ഉണർന്ന് പ്രൈസ് ദി ലോർഡ് പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്ത ദൂതനായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. കണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളെ ഉച്ചരിക്കുമ്പോൾ ഭയം കൂടാതെ ശക്തിയോടെ ഉച്ചരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഭയം കൂടാതെ? ആരാ പറയുന്നത്? സുവാർത്ത ദൂതൻ. ആമേൻ. ദൂതനോട് ദൈവം പറയുന്ന ദൂത. അങ്ങനെയിൽ ഇന്ന് പകൽ ഒന്ന് എണീറ്റ് നിൽക്കുവാൻ, നിവർന്നു നിൽക്കുവാൻ സ്വർഗം ഇന്ന് പകലിൽ ആമേൻ അതിവ്യക്തമായും ശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ദൈവത്തിൻ്റെ ഭുജം തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി. ദൈവപൈതലേ, ഒരിക്കൽ ആസാബിങ്ങനെ ദൈവത്തോട്, ദൈവമേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനെ സഹായിപ്പാൻ നീ അല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞ് ആ യുദ്ധക്കളത്തിൽ അവൻ ദൈവമുമ്പിൽ സാഷ്ടാംഗം വീഴുകയാണ്. ഇന്ന് പകലില് നമുക്ക് പറയാം, ദൈവമേ എന്നോട് സംസാരിപ്പാൻ, എൻ്റെ കുടുംബത്തെ ഒന്ന് വിടുവിപ്പാൻ, എൻ്റെ ദീർഘനാളുകളത്തെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ നിനക്കല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയത്തില്ല. ഉറപ്പായിട്ടും ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം അതിശക്തമായി പറയുന്ന ആലോചന, നിനക്കല്ലാതെ ആർക്കും കഴിയില്ല. ഉറപ്പാ.
നമ്മൾ വിചാരിക്കും വ്യക്തികൾ കഴിയും. ഇല്ല, ദൈവത്തിന് മാത്രമാണ് ഇന്ന് പകലിൽ നിന്നെ സഹായിക്കാൻ കഴിയുന്നത്. സ്തോത്രം. അതെന്താ അങ്ങനെ പറയുന്നത്? ദൈവവചനം അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ദൈവവചനം ആ നിലയിലാണ് നമ്മെ ഉപദേശിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച ദൈവത്തിൻ്റെ ശബ്ദത്തിനായി കാത്തിരിക്കുന്ന ദൈവകുഞ്ഞിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്നേ. എന്നാൽ 41-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത്, ആമേൻ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവപൈതലേ, ആരും പറയാത്ത വാക്കാണ് കർത്താവ് നമ്മോട് പറയുന്നത്. എന്നോടും നിന്നോടും പറയുന്ന വാക്ക്, ഞാൻ നിന്നെ താങ്ങും. ഉലകത്തിൽ ആരും പറയത്തില്ല. രക്തത്തിൽ ജനിക്കുന്ന തലമുറകൾ പോലും പറയത്തില്ല, ഞാൻ പപ്പയും അമ്മയും താങ്ങിക്കൊള്ളാമെന്ന്. ആമേൻ. അവിടെയും നമുക്ക് തെറ്റുപറ്റാതെ വചനം എന്താ പറയുന്നത്? ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് പിൻപറ്റിയാൽ നിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. ധൈര്യത്തോടെ പറ, എൻ്റെ അംബാസഡർ കർത്താവാണ്. എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ യോഗ്യൻ ദൈവമാണ്. ആ ഒരു ബോധ്യത്തോടെ കണ്ടോ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാനും നിങ്ങളൊക്കെ വിഷമ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, സങ്കടത്തിൽ കൂടെയും വേദനയിൽ കൂടെയൊക്കെ ആശ്വാസവാക്ക് പറയാൻ ആരും കാണത്തില്ല. കുറേ കുറ്റപ്പെടുത്തലുകളും കുറേ ഒറ്റപ്പെടുത്തലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കും. പക്ഷേ അവിടെയും കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? നീ ഭയപ്പെടേണ്ട. പറയുന്നവർ പറയട്ടെ, ആമേൻ, പറയുന്നവർ പറയട്ടെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എന്ത് അനുഗ്രഹമെന്നറിയാമോ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകം ഇനി കീഴ്മേൽ മറിഞ്ഞാലും നീ ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ഈ ഭൂമി ഇനി കലങ്ങി സമുദ്രമധ്യേ വീണാലും നീ ഭാരപ്പെടണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് പകൽ ഈ ജീവിതയാത്രയിൽ, ഈ മരുഭൂ പ്രയാണത്തിൽ 27-ാമത്തെ ദിവസം ദൈവാത്മാവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈമാറുകയാണ്. ഇവിടെ നമ്മൾ 9-ാം വാക്യം വായിച്ചത്, യഹോവയുടെ ഭുജം, ആമേൻ, ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രാഗാബിനെ വെട്ടുക, വെട്ടി മഹാസർപ്പത്തെ, ആമേൻ, കുത്തിക്കളഞ്ഞത് നീ അല്ലയോ? സ്തോത്രം. ചിലത് നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം, ആമേൻ, ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലുകൾ, ഞാൻ പോലും പലപ്പോഴും പ്രതീക്ഷിക്കാത്ത വാഴ്ത്തത്തങ്ങൾ എനിക്ക് ദൈവം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും കണ്ണുകൾ നിറയുമ്പോൾ അത് തുടയ്ക്കാൻ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു ബോധ്യം ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. നീ ആരുടെ മുമ്പിലും നമ്മെ തോറ്റവനാക്കി ദൈവം നിർത്തില്ല, നിന്നെ മാറ്റില്ല. കാരണം ദൈവം നിന്റെ കൂടെയുണ്ട്. ആരും നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു, കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന്. ആമേൻ. അടുത്തത്, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇനി എന്താ വേണ്ടത്? ഞാൻ നിന്നെ സഹായിക്കും. കണ്ടോ? ആമേൻ, ആമേൻ. ഞാൻ നിന്നെ ശക്തീകരിക്കും. കണ്ടോ? ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇനി വേറെ എന്താ നോക്കേണ്ടത്? ദൈവപൈതലെ, ഇന്ന് പകൽ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചുകൊട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. ഞങ്ങളെ മുഴുവനായി അപ്പൻ്റെ പൊന്നുകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ പ്രഭാതം ഞങ്ങൾ അനുഗ്രഹിക്കണം. മഹത്വം കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുന്ന നന്ദി യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.